കോഴിക്കോട് വിദ്യാലയങ്ങൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി പോലീസ് പിടികൂടി. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അയ്യച്ചാടി കോളേജ്, കോരങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയുടെ മുന്നിലായിരുന്നു മാലിന്യം ഒഴുക്കിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് താമരശ്ശേരി പോലീസ് ലോറി പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് ഇവിടെ വേസ്റ്റ് തട്ടിയെന്നുള്ളൊരു വിവരം കിട്ടിയത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവരൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, സമുദും അതുപോലെ തന്നെ വമ്പനൊക്കെ ഉൾപ്പെടെയുള്ള പ്രജാസൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. ഏതായാലും പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഈ മാലിന്യ പ്രശ്നം വളരെ ഗൗരവമായി കാണുന്നൊരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങാടിയുടെ ഒരു എൻഡിൽ കൊണ്ടുവന്ന് വേസ്റ്റ് അടിച്ച് അങ്ങാടി ഫുള്ളായിട്ട് ഏകദേശം മലിനമാകുന്ന രൂപത്തിലും, അതുമാത്രമല്ല ഇവിടെയുള്ള കുടിവെള്ള പദ്ധതികൾക്കൊക്കെ പോകുന്ന ഊജാലാണ്. ഈ ഊജാലിൽ നിന്ന് കൂടെയുള്ള വെള്ളത്തിയിട്ട് നമ്മളെ കുടിവെള്ള പദ്ധതികളെയും കൂടി സാരമായി ബാധിക്കുകയും നേരത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി മരണപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. ആ ഗൗരവത്തിൽ തന്നെ പഞ്ചായത്ത് ഇതെടുക്കുകയും പഞ്ചായത്ത് ഇതിൻ്റെ ഫർദർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് വളരെ അടിയന്തരമായി തന്നെ കടക്കും. അനീസ് അലി ചേരുന്നുണ്ട്. അനീസ് അലി, വലിയ വിഷയമാണ്. എന്തൊക്കെയാണ് നാട്ടുകാരുടെ പരാതികൾ? തദ്ദേശ സ്ഥാപനത്തിന് ഇടപെടാൻ സാധിച്ചിട്ടില്ലേ? ധന്യ, ഇന്നലെ പുലർച്ചെയാണ് ഈ മാലിന്യം ശുചിമുറിയിലെ മാലിന്യം തള്ളുന്നത് നാട്ടുകാർ കണ്ടത്. ഇത് ആ സന്ദർഭത്തിൽ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന ചില യുവാക്കൾ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ലോറി ജീവനക്കാർ ഇവരെ മർദ്ദിച്ചതിന് ശേഷം ലോറിയുമായി കടന്നു കളയുകയാണ് ചെയ്തത്. ഈ പ്രദേശത്ത് 3 വിദ്യാലയങ്ങൾ കൂടിയുണ്ട്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ആസൂത്രിതമായിരുന്നു ഇവരിത് ചെയ്തത് എന്നാണ്. കാരണം ആ ലോറി കണ്ടാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയെ പോലെയാണ് അത് കാണുക. അത് പക്ഷേ ശുചിമുറിയിലെ മാലിന്യമായിരുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. എന്തായാലും അതിനെ തുടർന്ന് ഈ നമ്പർ വെച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ലോറി കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതുപ്പാടി പെരുമ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ലോറി എന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. അതേസമയം ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ, ആ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ യുവാക്കളെ മർദ്ദിക്കാനൊക്കെ നേതൃത്വം കൊടുത്ത ജീവനക്കാരെ പക്ഷേ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ 3 വിദ്യാലയങ്ങളാണുള്ളത്. അതിൽ പറയുന്ന LP സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് മുമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടികൂടിയിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി ദൗർഭാഗ്യവശാൽ മരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗൗരവത്തിലാണ് പ്രദേശവാസികൾ കാണുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണോ ഈ മാലിന്യം തള്ളുന്നത്, അതോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇവരുടെ ഈ ഒരു ലോറിക്കുള്ള തയ്യാറെടുപ്പും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ ഇത് നേരത്തെയും ഉണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. എന്തായാലും ആ 3 വിദ്യാലയങ്ങളും അതിലെ രക്ഷിതാക്കളും ഒക്കെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IHRD കോളേജ്, കോരങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ എന്നീ 3 വിദ്യാലയങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഈ വിദ്യാലയങ്ങൾക്ക് സമീപത്താണ്. അല്ലെങ്കിലും ഒരു ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ഇത്തരത്തിൽ ചെയ്യുക എന്നത് നിയമവിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ അതുകൊണ്ട് തന്നെ ഇന്നലെ പുലർച്ചെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ അത് ചോദ്യം ചെയ്ത ആളുകളെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. തന്നെയാണ്. ശരി.